ഗായ്സ് ഇന്നൊരു മീൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നിങ്ങൾ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ 2-3 പേര് ചേർന്ന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പഠിക്കാനും ജോലിക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ ഒരു ഈസി വഴി. നമ്മുടെ കടലയിൽ നല്ല ഒന്നാന്തരം ഗുണമുള്ള സാധനം, ശരീരത്തിന് വലിയ കേടുകളൊന്നുമില്ല, അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ചും. അപ്പം ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ 2 ദിവസത്തേക്കുള്ള മീൽ പ്രിപ്പാട്ടോ. അതായത് കടല ഞാനിപ്പം ഞങ്ങളൊരു 4 പേരുണ്ട്, അത് 2 ദിവസം കണക്കാക്കിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കടല എടുത്ത് നല്ലോണം വെള്ളത്തിൽ കുതിർത്തിട്ട് ഞാനിത് എന്ത് ചെയ്യും, ഉപ്പും മഞ്ഞളും ഉപയോഗിച്ച് വേവിച്ച് വെക്കും. എന്നിട്ട് ഓരോ ദിവസം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കും. നമുക്ക് കടല കൊണ്ട് കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി എനിക്ക് ചോറിൻ്റെ കൂടെയും പോവും, ബിരിയാണി റൈസിൻ്റെ കൂടെ പോവും, അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിലൂടെ പോവും. അതേപോലെ ഈ കടല ഉണ്ടെങ്കിൽ കടല തോരൻ ഉപയോഗിച്ച് ചോറ് കഴിക്കാൻ പറ്റും. പയറും കടലയും കായും ഒക്കെ ഇട്ടൊരു കൂട്ടുകറി വെക്കില്ലേ, അങ്ങനെ നമുക്ക് പയറിന് പകരം ഇതിടാം. അങ്ങനെ ഒരുപാട് കറികൾ വെക്കാം. അതേപോലെ ഈ വേവിച്ച് വെച്ച കടല നമുക്ക് പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കാം. ഈ ചിക്കന് ഞാൻ ഇതേപോലെ വേടിച്ച് വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കും. അപ്പോൾ പകുതിയോളം ചിക്കൻ വെന്തിരിക്കും. എന്നിട്ട് എനിക്ക് ആവശ്യാനുസരണം എടുത്ത് മാത്രമേ വറുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനുണ്ട് കടലയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു നൈറ്റ് സാലഡ് ആക്കി വെക്കാൻ പറ്റും. പിന്നെ വേവിച്ചപ്പോൾ ഞാൻ സ്പൂൺ ഇട്ടാണ് വേവിച്ചത്, കാരണം ഒത്തിരിയും കടലയുണ്ട്. ഇത് കല്യാണ ചേച്ചിയുടെ ട്രിക്കാണേ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കടല മാത്രം എടുത്ത് ഞാൻ ഇന്നത്തെ കടലക്കറി വെക്കുവാണേ. എന്നിട്ട് ബാക്കി അടുത്ത ദിവസം അങ്ങനെ ചിക്കൻ ഫ്രൈ ആവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ്.